ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമനിത്തബഅഹും ഇലാ യൗമിദ്ദീൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു മുഖവുര പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഗൂഗിൾ മീറ്റിലൂടെ നടത്താമെന്നായിരുന്നു. പക്ഷേ അത് പല ആൾക്കാർക്കും പല സമയം ഒഴിവ് ഇല്ലാത്തത് കൊണ്ട് പലരുടെയും ഒഴിവ് സമയം പല വിധത്തിലായ കാരണം വാട്സപ്പിലൂടെ വീഡിയോ ചെയ്തിട്ട് വിടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. പക്ഷേ വാട്സപ്പിലാണ് എന്നുള്ള നിലക്ക് ഒരു അലംഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. കാരണം ഗൂഗിൾ മീറ്റിലൊക്കെ ആകുമ്പോൾ നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടും സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതാകുമ്പോൾ അതുണ്ടാവില്ല. നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ പ്രവർത്തനം അതിൻ്റെ ശേഷം ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ എഴുതാനുണ്ടാവും, അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ ഒന്ന് എഴുതി വെക്കേണ്ടി വരും. അതിനൊരു നോട്ട് പുസ്തകം പെന്നും കയ്യിലുണ്ടായിരിക്കണം. ഓരോ വീഡിയോയിലും 1-2 പേജ് എഴുതിയെടുക്കാനുണ്ടാവും. അത് എഴുതിയെടുത്ത് അത് മനഃപ്പാഠമാക്കിയൊന്നും വേണ്ട, എഴുതി വെക്കുക. കാരണം എപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകുമ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു ബുക്ക് വേണ്ടി വരും. അതിപ്പോൾ തന്നെ വേണ്ട, ഈ അതിൻ്റെ ഫോർമുലകൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അത് ഫോർമുലകൾ എഴുതി വെക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ തന്നെ പ്രത്യേകം നമുക്ക് പറയാനുള്ളത്, ഇത് ഏതെങ്കിലും ഒരു കക്ഷികൾക്കുള്ളതോ അല്ല. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ എല്ലാ കക്ഷികൾക്കും ഒരുപോലെ നിയമം ബാധകമാണ്. പ്രത്യേകമായ ഒരു കക്ഷികളുടെ ഒരു പ്രവർത്തനമല്ല ഇത്. ഈ നിയമം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള നിയമങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഒരു 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, 111 പദങ്ങൾ, അറബി പദങ്ങൾ നമ്മൾ മനഃപ്പാഠം ഉച്ചരിക്കുന്നുണ്ട്. ആ പദങ്ങളെ തന്നെ ഒന്ന് വിശദീകരിക്കുക, ഒന്ന് പരിചയപ്പെടുക, പദങ്ങളെ പരിചയപ്പെടുക. ഒരു നമ്മൾ പറഞ്ഞ 3 ഇത്തരം പദങ്ങളെ ഒരു അറബി ഭാഷയിൽ ഉണ്ടായിരിക്കുള്ളൂ: ഇസ്മ്, ഫീല്, ഹർഫ്. ഈ ഇസ്മിൻ്റെ നമുക്കറിയാം ഹർക്കത്തുകൾ മാറി വരും. ആ മാറി വരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ 2 ഇസ്മുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ചില നിയമങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫെയില് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 28 രൂപങ്ങൾ മാറി വരുന്ന ഫെയിലുകളാണ്. ഒരു ഫെയിലിൽ തന്നെ 28 രൂപവ്യത്യാസം മാറി വരും. അപ്പോഴൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഈ ഫോർമുല പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ശേഷം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ പദങ്ങൾ തന്നെ മാറി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അർത്ഥം എന്താണെന്നുള്ള നമുക്ക് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, തഫ്സീർ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വിശദീകരിക്കുക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ 2 ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വ്യാഴാഴ്ചയും ഞായറാഴ്ചയും. കാലത്ത് ഇൻഷാ അല്ലാഹ് സുബഹിക്ക് ശേഷം ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് അയക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പരിശ്രമിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോക്ക് ദൈർഘ്യമുണ്ടെങ്കിൽ പിന്നെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ വിഷമമായിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും ചുരുക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക, ഒരു 15 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും ഡൗൺലോഡ് ചെയ്യാൻ വിഷമമുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാൻ വിഷമമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് അയച്ച് തരാം. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഒരു ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച മുതൽ നമ്മൾ ക്ലാസ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ഒരു നോട്ട് ബുക്കും പേനയും ഉണ്ടായിരിക്കണം. 2 നോട്ട് ബുക്ക് വേണം.
ഒന്ന് ഫോർമുല എഴുതിയുള്ളതാണ്. അത് ഏത് കാലത്തും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും ഇത് കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള വിശദീകരണമായി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.